ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 5 വയസ്സുള്ള കുട്ടികൾക്കുള്ള പട്ടുപാവാടയും ബ്ലൗസാണ് കാണിക്കാൻ പോകുന്നത്. നോർമൽ പട്ടുപാവാട ബ്ലൗസ് അല്ല ഇതിന് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള സ്ലീവൊക്കെയുള്ള ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ് സെറ്റാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സാരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാരീൻ്റെ ബ്ലൗസ് പീസാണ് വരുന്നത്. പിന്നെ മുന്താണി ഇതാണ് വരുന്നത്. മുന്താണി ഞാൻ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം ഇതിൻ്റെ മുന്താണി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഈ സാരീൻ്റെ ബോഡി പാർട്ടിലാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുണി വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്ലീറ്റ്സ് ഇട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ലെങ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആദ്യം. സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 24 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് ബാൻഡിന് പോകും. അപ്പം 23 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 23.5 മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ തുണി വല്ലാണ്ട് നൂല് വീഴുന്ന തുണി ആയതുകൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 24 ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പ്ലീറ്റ് അതിന് കണക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ടാൽ എല്ലാ പ്ലീറ്റും ഒരേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. അതിനായിട്ട് ഞാനിടാം ആദ്യം തന്നെ ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 2.5 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചിൻ്റെ പ്ലീറ്റിന് നമ്മൾ 5 ഇഞ്ച് അതിൻ്റെ ഡബിൾ മാർക്ക് ചെയ്യണം. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ മാർക്ക് ചെയ്യുന്നത് പ്ലീറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പാണ്. ഗ്യാപ്പ് ഞാൻ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത പ്ലീറ്റിൻ്റെത് 5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് ഗ്യാപ്പ്, പിന്നെ പ്ലീറ്റ് 5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് ഗ്യാപ്പ്, അങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്ലീറ്റ് ഇടുമ്പം ആദ്യം മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ വെക്കുക. പിന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് പിന്നെ അടുത്ത 5 ഇഞ്ച് വരുന്ന ആ ലൈൻ വെക്കുക. അങ്ങനെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പിന്ന് കുത്തിയിട്ട് സെക്യൂർ ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടി ഇട്ടതിന് ശേഷമാണ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഞാൻ ഈ പ്ലീറ്റ് എടുക്കുന്നത്. പ്ലീറ്റ് എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ 2 സൈഡിലും ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വെട്ടിയിട്ടാണ് 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 22 ഇഞ്ചായിട്ട് എടുത്തത്. ആ 22 ഇഞ്ചിൻ്റെ ഉള്ളിൽ പ്ലീറ്റ് വരുന്ന രീതിക്കാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ ഇത്രേ പണിയുള്ളൂ. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ താഴെ വശം ഒരേപോലെ തന്നെയല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം ലെങ്ത്തിനനുസരിച്ച് വേഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഞാൻ നല്ലോണം പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഈ പ്ലീറ്റ്സ് നല്ല ഷാർപ്പനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് നമ്മുടെ പാവാടേൻ്റെ ലെങ്ത്തിനേക്കാളും 3-4 ഇഞ്ചോ കുറവിലെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ലൈനിങ് നമ്മുടെ പാവാടേൻ്റെ ചീത്ത വശത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ലൈനിങ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ പാവാട സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പ്ലീറ്റ്സിൻ്റെ താഴെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാനേജ് ചെയ്യാനൊരു ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തത്. അത് നമുക്ക് ലാസ്റ്റ് അയച്ചു കളയാവുന്നതാണ്. ഇനി നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത്. ബാൻഡ് 1 ഇഞ്ച് വീതിക്കാണ് ബാൻഡ് വരേണ്ടത്. അപ്പോൾ ഫോൾഡിങ്ങിലെ വരുമോ 1 ഇഞ്ച്, അപ്പോൾ 2 ഇഞ്ചായിട്ട് എടുക്കണം അത്. പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂട്ടിയിട്ട് 2.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ബാൻഡിൻ്റെ വിഡ്ത്ത് വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ്. ഇനി ബാൻഡ് വെക്കുന്നതിന് മുന്നേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഒരു 3 ഇഞ്ച് താഴേക്ക് ചെറുതായിട്ട് മടക്കി അടിക്കുക. അതിനുശേഷം 2 സൈഡും കൂടി കൂട്ടി യോജിപ്പിക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് കൂട്ടി അടിച്ചു. ഇനി നല്ല വശം തിരിച്ചിട്ടിട്ട് ബാൻഡ് വെച്ച് കൊടുക്കുക.
ബാൻഡ് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനും ഞാൻ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ടോപ്പിൻ്റെ മാർക്കിങ്ങിൽ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ എടുക്കാം. ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇത് ബാക്ക് ഓപ്പൺ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബാക്ക് ഓപ്പൺ വരുന്ന ഭാഗത്തിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഓപ്പൺ വരുന്ന ഭാഗം നമുക്ക് പാരലായിട്ട് വരുന്ന രീതിക്ക് ഇടുക. എന്നിട്ട് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ലൈനാക്കി വരച്ചതിന് ശേഷം ഈ ലൈനിലേക്ക് നമ്മുടെ ഫോൾഡ് വരുന്ന ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇങ്ങനെ താഴ്ഭാഗം ഒന്ന് ലെവലാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് ടോപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്ത 1/2 ഇഞ്ച് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോളും 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് അതൊരു എൽ ഷേപ്പിലാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചാണ്. ഫ്രണ്ടിനും ബാക്കിനും സെയിം ആയിട്ട് എടുക്കുന്നത് അങ്ങനെ എടുക്കാം. ഞാനിപ്പം ഫ്രണ്ട് നെക്കിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത് കൊണ്ട് ബാക്ക് നെക്കിൻ്റെ ഇതിനേക്കാളും 1 ഇഞ്ച് ഇറക്കിയിട്ട് 4.5ക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ സെയിം 3.5 ഇഞ്ച് തന്നെ ആം ഹോളിന്റെ ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 21 ഇഞ്ചാണ്. അതിന്റെ 4 ഒരു ഭാഗം എടുക്കുമ്പോൾ 5.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ആം ഹോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മളെ ഈ പോർഷനിൽ നമ്മൾ വേറെ പ്ലീറ്റ് ഇട്ടിട്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ച് എടുത്തത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ഞാൻ ഫ്രണ്ടിൽ ഷേപ്പ് കൊടുക്കുന്നതുകൊണ്ട് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തതിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആം ഹോള് വളച്ച് വരച്ചതിലൂടെ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിൻ്റെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തെടുത്ത് ഒരു നോച്ച് ഇട്ടിട്ട് അത് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഫ്രണ്ട് നെക്ക് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മളെ ബോഡി വരുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഫ്രണ്ടിൽ ആലിയ കട്ട് പോലെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു സെൻട്രൽ നിന്ന് 1.5 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി സ്ലീവും കൂടി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്ലീവിനായിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിൽ വിഡ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വിഡ്ത്ത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. എൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഡബിളാണ് എടുക്കേണ്ടത്. ഇതേപോലെയുള്ള 2 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ 14 ഇഞ്ച് വിഡ്ത്ത് എടുത്തില്ലേ, അത് നമ്മൾ നല്ല വശം ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുത്ത് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളിതാ 14 ഇഞ്ച് എടുത്ത ഭാഗം നല്ല വശം വെച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ച് സെൻറ്ററിലായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ലൈനിനും ആം ഹോൾ മാർക്ക് ചെയ്ത ലൈനിനും ഇടയിലാണ് ഈ പ്ലീറ്റ് വരുന്നത്. അത് 2.5 ഇഞ്ചാണ് ആ ഗ്യാപ്പ് വരുന്നത്. അപ്പം ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് ഈ 2.5 ഇഞ്ചിലാണ് ഒതുക്കി എടുക്കേണ്ടത്.
ഇങ്ങനെ രണ്ട് സ്ലീവിനും രണ്ട് സൈഡിലുമായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആദ്യം ലൈനിങ്ങിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്തും വെച്ചിട്ട് അടിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കൈക്കുഴി അടിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ലീവ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം അടിക്കാൻ. ആ ഫ്രില്ലിട്ടത് കൈക്കുഴി അടിക്കുന്ന സമയത്ത് കൈക്കുഴീൻ്റെ കൂടെ കൂട്ടി അടിച്ച് പോകാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മൾ ലൈനിങ്ങുമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് തിരിച്ചിടാം. അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്ക് ഭാഗം ചെയ്തെടുക്കാം. ബാക്ക് ഭാഗത്തിന് ലൈനിങ്ങുമായിട്ട് ആദ്യം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മെയിൻ ക്ലോത്തുമായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിൽ കൊടുക്കുകയൊക്കെ അതിൻ്റെ പട്ടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല. നോർമലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ആ പട്ടിയും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത്ത് ഒന്ന് റെഡിയാക്കി മുറിച്ചിട്ട് അടിയൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിന് ബാക്കിൽ കുടുക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിന് കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളെ സ്കേർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബ്ലൗസ് ഞാൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. താഴെ ഒരു ലേസൊക്കെ വെച്ച് പിന്നെ കുറച്ച് ഹാങ്ങിങ്സും പിന്നെ ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് ഓവറോളായിട്ട് ഒരു ചെറിയ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു ഷാളും കൂടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലീറ്റൊക്കെ ഇട്ട് നമ്മൾ സാരി ഉടുക്കുന്ന കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ബെൽറ്റ് പോലെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.